ഇത് എന്റെ ഒരു കടമേനു, ഞാൻ ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ എന്റെ ജോലിക്കാരന് എന്നെ വിശ്വസിച്ചിട്ട് കൊടും കാട്ടിലേക്കൊക്കെ മരം കയറ്റാൻ പോണ എന്റെ ജോലിക്കാരനാണ്. ആ ജോലിക്കാരനോട് ഞാൻ കാണിക്കേണ്ട ഒരു ചെറിയൊരു കടമ ഉണ്ട്. എന്റെ വീട് കഞ്ഞി കുടിച്ചു പോണത് ഓനെക്കൊണ്ട. അപ്പം അതായത് ഓനെപ്പോലുള്ള എന്റെ കൂടെയുള്ള ജോലിക്കാരാണ് നമ്മളെ വളർത്തുന്നത്. അപ്പൊ തീർച്ചയായിട്ടും തിരിച്ച് അങ്ങോട്ടും ചിലതൊക്കെ ചെയ്യേണ്ടതുണ്ട്. ഇന്നാല് കഴിയുന്നുള്ള ഒരു 100% വിശ്വാസമുള്ള ഒരു കാര്യവും അവനെ തേടി പിടിക്കുക എന്നുള്ളത്. പല ടൈമിനും പലരും എന്നെ പിന്നോട്ട് വലിച്ചെങ്കിലും ആരോ എന്റെ കൂടെ നിന്നിട്ട് പറയണ്ടായിരുന്നു കിട്ടും. ആർക്കും കിട്ടൂല എന്ന് തോന്നിയ സമയത്ത് പല ആളുകളും കമന്റ് ചെയ്ത് ഇവൻ ഭ്രാന്തനാണ്. പക്ഷെ എനിക്ക് 100% ഞാൻ ഒന്നും നോക്കാൻ നിന്നില്ല. എനിക്കറിയാം ഓനെ കിട്ടും. ആ ക്യാബിന്റെ ഉള്ളിൽ തന്നെ ഉറങ്ങുണ്ടാവും. കാരണം അവൻ പ്രത്യേകിച്ച് വണ്ടി നല്ല സൂക്ഷിക്കുന്ന ആളാ. വണ്ടി അവന്റെ കൺമുമ്പിൽ നിന്ന് മാറ്റൂല. അവനിപ്പോ ഒരു റെസ്റ്റോറന്റിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ അവൻ ആ റെസ്റ്റോറന്റിലെ കസാലയിൽ ഇരിക്കുമ്പോൾ വണ്ടി അവനക്ക് കാണണം. അത് അവന്റെ ഒരു ശീല. നമ്മൾ ഓരോരുത്തരുടെ ഡ്രൈവേഴ്സിന്റെ ശീലങ്ങൾ അറിയാം. നമ്മളെ ഒരുവിധം ഡ്രൈവേഴ്സിന് നമ്മൾ പറയണത് അങ്ങനെ തന്നെ. കാരണം ക്യാബിൻ കുത്തിപ്പൊളിച്ച് പണെടുത്തുകൊണ്ട് അങ്ങനത്തെ പല കേസുകളും ഉണ്ടാവുന്നതാണ്. അപ്പൊ അത് മാക്സിമം ശ്രദ്ധിക്കണം എന്നുള്ളത് അവർക്കറിയാം. ആ കാര്യങ്ങൾ നമ്മളെ വണ്ടിയിൽ ഡ്രൈവർമാരെ എടുക്കല് അത്രയും വൃത്തിയുള്ള ഡ്രൈവർമാരെ ഉള്ളൂ. അപ്പൊ എനിക്ക് ഉറപ്പേനു ഓന് വണ്ടി വിട്ട് ഓടി പോവില്ല, വണ്ടിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും എന്നുള്ളത്. പിന്നെ ഞാൻ സ്റ്റാർട്ടിങ് മുതലേ പറയുന്ന കാര്യമാണ്, എന്റെ വണ്ടിക്ക് ഭയങ്കരമായ ഡാമേജ് ഉണ്ടാവില്ല. പൊട്ടിച്ചിതറുക എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മളെ വണ്ടിക്ക് സംഭവിക്കില്ല. ഇനി എന്ത് അവിടുത്തെ ഫോഴ്സ് ഉണ്ടെങ്കിലും അത് നമ്മളെ മരം താങ്ങും. ആ മരത്തിന്റെ കപ്പാസിറ്റി നമുക്കറിയാം. അക്കേഷ്യന്റെ ആ കപ്പാസിറ്റിയില് വണ്ടി ചിതറാൻ ചാൻസ് ഇല്ല. ഞങ്ങള് സ്വന്തമായിട്ട്, ഞാനിപ്പോ ഇവിടെ ഈ അപകടം നടന്നിട്ട് ആകെ ചില്ലറ ദിവസമേ വീട്ടിൽ പോയിട്ടുള്ളൂ. ബാക്കി ദിവസങ്ങളിലൊക്കെ ബാംഗ്ലൂരിൽ പോയി, ഹൈക്കോടതിയിൽ പോവുക, ഇവിടെ വരിക, ഇതന്നെ. വാടകയ്ക്ക് വീടെടുത്തിട്ടാ താമസം. സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കലാണ്. ആദ്യമൊക്കെ ഈ ലോഡ്ജിലായിരുന്നു താമസം. പിന്നെ ഡെയിലി 1500 റുപ്യ കൊടുത്തിട്ട് നിൽക്കണേക്കാട്ടി നല്ലത് വാടകയ്ക്ക് വീടെടുക്കുക, സ്വന്തമായിട്ട് കുക്ക് ചെയ്യുക, താമസിക്കുക, ഡ്രസ്സ് അലക്കിയിടും, അത് കൊണ്ടുപോയിട്ട് ഗംഗാവലി പോയതിന്റെ സൈഡിൽ ചിക്കിയിടും, അവിടെ കുത്തിരിക്കും. ഇതൊക്കെ തന്നെ. അമ്മയോട് സംസാരിച്ചപ്പോ എന്താ അവര് പറഞ്ഞത്? അർജുന്റെ അമ്മ ഇന്ന് ഞാൻ അമ്മേനോട് സംസാരിച്ചിട്ടില്ല. അമ്മ ഒരു ഭയങ്കര ഊർജ്ജം എനിക്ക്. ഡെയിലി രാവിലെ എനിക്ക് അമ്മ മെസ്സേജ് ചെയ്യും. ഡെയിലി എന്തെങ്കിലും ഒരു മെസ്സേജ് ഉണ്ടാവും അമ്മന്റെ. അപ്പൊ നമ്മൾ തളരുന്നുണ്ട് എന്ന് തോന്നുമ്പോ ആ മെസ്സേജ് പിന്നെയും വായിക്കും ഞാൻ. അത് കാണുമ്പോ പിന്നെ ആ ക്ഷീണം മാറും. അതിപ്പോ നമ്മളെ കുടുംബത്തിന്റെ ഭാഗത്തുനിന്നും നല്ല സപ്പോർട്ടായിരുന്നു. എന്റെ സ്വന്തം കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ടായിരുന്നു. മക്കളൊക്കെ അവരെ നല്ല നല്ല വെക്കേഷനൊക്കെ മിസ് ചെയ്ത്. അർജുനേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്കും നല്ല ബന്ധമായിരുന്നു. വീട്ടിൽ വെച്ചിട്ടാണ് കണക്കൂട്ടുക. എന്റെ സമയക്കുറവ് കാരണം അർജുൻ വീട്ടിൽ വരും. ഓഫീസിൽ നിന്ന് കണക്കൂട്ടി കഴിഞ്ഞാൽ ഒരു ദിവസം അവന്റെ പോകും. ഞാൻ കാരണം അവനക്കുള്ള ഏറ്റവും വലിയ പരാതി എന്ന് പറയുന്നത് മനാഫ്ക കണക്ക് കൂട്ടാൻ കുത്തിരുന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം പോക്കിക്കാളും എന്നുള്ള. അപ്പൊ ഞാൻ പറയും വീട്ടിലേക്ക് പോരും പറയും. വീട്ടിലാകുമ്പോ പിന്നെ വേറെ ഡിസ്റ്റർബൻസ് ഇല്ല. അങ്ങനെയൊക്കെ എന്താ പറയാ, ഒരു നല്ലൊരു ബന്ധം, നല്ലൊരു ചെക്കന് നമുക്ക് നഷ്ടപ്പെടുകയാണ്. നമ്മൾ അതിനു വേണ്ടിയിട്ട് പരമാവധി പൊരുതുക എന്നുള്ള. ഇന്നലെ ഞാനൊരു വാർത്ത കേട്ടിരുന്നു, ഇന്നത്തോടു കൂടി ഡഡ്ജർ നിൽക്കും എന്നുള്ളത്. ഞാൻ ഇന്നലെ ശരിക്കും നാട്ടിൽ പോകണ്ട. എന്റെ കുട്ടിക്ക് തീരെ വയ്യ. വീട്ടില് ആണുങ്ങളാരുമില്ല. ഞാനും അനിയനും ഒക്കെ ഇവിടെ തന്നെ ഉള്ളത്. അപ്പൊ അവന്റെ മൂക്കിന് ഭയങ്കര പ്രശ്നമുണ്ട്, ശ്വാസം കിട്ടുന്നില്ല, ഒരു ഓപ്പറേഷൻ വേണം. അപ്പൊ ഞാൻ നാട്ടിൽ പോവാന്ന് ഞാൻ MLA സതീശേലിനോട് വരെ പറഞ്ഞു. അങ്ങനെ പോവാൻ നിന്നപ്പം എന്റെ ബാക്കി ബ്രദേഴ്സ് പറഞ്ഞു പോവരുത്, നമുക്ക് ഇന്നും കൂടി ഇവിടെ നിക്കണം എന്ന്. എനിക്ക് അത്രയും ഇമ്പോർട്ടന്റ്. അപ്പൊ ഞാൻ എന്നെ ആരൊക്കെ പിടിച്ചു വലിക്കുന്ന മാതിരി ഒന്ന് നിക്ക് എന്ന് പറഞ്ഞ കാര്യം ഞാൻ അന്ന് നിന്നതിനോണ്ട് എന്തായി പറഞ്ഞു കഴിഞ്ഞാല് അതൊരു കാര്യമായി. ഞാൻ തളർന്നീനി, ഒന്ന് പോണെന്ന് വിചാരിച്ചു. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അഥവാ ഇന്ന് ഡർജർ പോവാണ്, ഓനെ ഞമ്മക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ 2 കൊല്ലം കൂടി ഓന്റെ പിന്നിൽ ഓടുന്നു.
എല്ലാരും വിട്ടു കഴിഞ്ഞാലും ഞാൻ ഓനെ വിടൂലേനു. ഞാൻ മീഡിയാസിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊക്കെ ഒരുപാട് ഞാൻ ബുദ്ധിമുട്ടിച്ചിക്കണ്, ഇവിടെ വീണ്ടും 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 വരുത്തിച്ചിക്കണ്. ഈ കാലാവസ്ഥ വളരെ മോശമാണെന്ന് എനിക്കറിയാം, നിങ്ങളെല്ലാവരുടെ സാഹചര്യവും എനിക്കറിയാം, നിങ്ങൾ നിന്നത് ഏത് സാഹചര്യത്തിലാണ്. പക്ഷെ ഞാൻ എന്നിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു മീഡിയം വേണ്ടിയില്ലേനു ഇന്ന് മുതൽക്ക് ഞാൻ തീരുമാനിച്ചിരുന്നു. ഇനി സുപ്രീം കോടതി പോയാലും ഞാൻ അവനെ മാന്തിയിട്ടേ പോരുള്ളേനു. എന്തായാലും ഞാൻ ഓനെ ഗംഗാവലി പുഴയിൽ ഇട്ടേച്ച് പോവില്ല. അത് ഞാൻ തീരുമാനിച്ച വിഷയം. ഓന്റെ സ്ഥാനം, ഓന്റെ അന്ത്യവിശ്രമം എന്തായാലും ഇവിടെ ഇരിക്കൂല. ഞാനത് മനസ്സിൽ ഉറപ്പിച്ചത്. അതിന് ഇനി എന്തൊക്കെ കളി കളിക്കാൻ പറ്റും അതിന്റെ പരമാവധി ഞാൻ കളി കളിച്ചിരിക്കണം. നിങ്ങൾ ചിന്തിക്കേണ്ടതിന്റെ അപ്പുറത്തെ കളി ഞാൻ കളിച്ചിരിക്കണം ഈ വിഷയത്തിൽ. കാരണം എനിക്ക് ഓനെ കിട്ടണം. കാരണം എന്നെ വിശ്വസിച്ചു വന്നാ. അപ്പൊ അത് ഞാൻ ആ വീട്ടിലേക്ക് എത്തിക്കാം. ഞാൻ ഇന്ന് അർജുന്റെ പെങ്ങന്മാർ രണ്ടാളായിട്ട് സംസാരിച്ചു. അമ്മനെ ഞാൻ സംസാരിക്കൂല എന്ന് പറഞ്ഞു, പിന്നെ വിളിക്കുക എന്ന് പറഞ്ഞു. അമ്മ ആ ഒരു അവസ്ഥയിലല്ല ഉള്ളത്. അനിയത്തിനോടും പറഞ്ഞു, അഭിരാമിനോടും രണ്ടാളോടും ഞാൻ പറഞ്ഞു, ഇനി മുതൽക്ക് ഓൾക്ക് ഞമ്മളുണ്ടാവും, ഏട്ടന്മാരായിട്ട് കൂടെ ഉണ്ടാവും. ആ കുട്ടിക്കൊരു അച്ഛന്റെ കുറവ് ഒരിക്കലും ഉണ്ടാവില്ല.